ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് SIT അന്വേഷണം വ്യാപിപ്പിച്ചു. രണ്ടാം പ്രതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ സാധ്യത. അതേസമയം നടപടിക്രമങ്ങൾ പാലിച്ചാണ് 2025 സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടതെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കും. 24 എക്സ്ക്ലൂസീവ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങാതെ ക്രിമിനൽ ഗൂഢാലോചന സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോടതി നിർദ്ദേശപ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മിനിറ്റ്സ് ബുക്കും പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ദേവസ്വം ബോർഡ് അധികൃതരുടെയും ഭാരവാഹികളുടെയും പങ്കന്വേഷിക്കാനാണ് SITയുടെ തീരുമാനം. 2 കേസുകളിലെയും പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും ഉടൻ അറസ്റ്റ് ചെയ്യും. ചോദ്യം ചെയ്ത് വിട്ടയച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യത്തെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തും. കസ്റ്റഡി കാലാവധി ഒക്ടോബർ 30 കഴിയും മുൻപേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസ്ഥാനത്തിന് പുറത്തേക്ക് തെളിവെടുപ്പിന് പോകാനാണ് ആലോചന. കോടതിയുടെ ഉത്തരവിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഹൈക്കോടതിയെ സമീപിക്കും. 2025 ദേവസ്വം ബോർഡിനെതിരായ കോടതി പരാമർശം നീക്കണമെന്നാവശ്യപ്പെടും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്ന തരത്തിൽ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ബോർഡിന്റെ വാദം. രേഖകൾ നിരത്തി കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.